നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം. കടുത്ത ചൂടിൽ കുളിരായി വേനൽ മഴ. തിരുവനന്തപുരത്തും കൊല്ലത്തും മഴ വരവ്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യത. പരുന്തുംപാറയിൽ നടന്നിരിക്കുന്നത് വ്യാപക കയ്യേറ്റം. വ്യാജരേഖ നിർമ്മിച്ച് റിസോർട്ട് ഉടമ ഭൂമിയും കെട്ടിടങ്ങളും ഏറ്റെടുക്കണമെന്ന് അന്വേഷണ സംഘം. വിദ്യാർത്ഥിനിക്ക് നേരെ നായ്ക്കുരുണപ്പൊടി വിതറിയ സംഭവത്തിൽ കേസെടുത്തു. 7 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെ കേസ്. സംഭവം കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ. വാർത്ത പുറത്തുകൊണ്ടുവന്നത് ന്യൂസ് 18. രാജാക്കാട് മിനി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി. മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് 2021. പഞ്ചായത്ത് സ്ഥലം നൽകിയിട്ടും അവഗണന തുടരുന്നത് കാട്ടുതീ ഭീഷണി ഉയർത്തുമ്പോൾ. സംസ്ഥാനത്ത് ഇനി തണ്ണീർമത്തൻ ദിനങ്ങൾ. ചൂട് കനത്തതോടെ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരവ് കൂടി. പ്രാദേശിക ഉൽപാദനത്തിലും വർധനവ്. ഓണാട്ടുകരയിൽ ഭരണിക്കാലം. കുതിരമൂട്ടിൽ കഞ്ഞി കുടിക്കാൻ ഒഴുകിയെത്തി ഭക്തർ. കുംഭഭരണി ചൊവ്വാഴ്ച. വാർത്തകൾ വിശദമായി. കടുത്ത ചൂടിന് ആശ്വാസമായി തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽ മഴ. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് മഴ അനുഭവപ്പെടുന്നത്. മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ടി ജി സജിത്ത് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സജിത്ത്, കനത്ത ചൂടിനിടയിലാണ് ഇപ്പോൾ മഴ പെയ്തിരിക്കുന്നത്. നിലവിലെ സ്ഥിതി എന്താണ്? കനത്ത ചൂടിനിടയിൽ ആശ്വാസകരമാണ് ഈ വേനൽ മഴ. ദൃശ്യങ്ങൾ കാണുന്നത് പോലെ കനത്ത മഴയാണ് തെക്കൻ ജില്ലകളിൽ അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കനത്ത മഴ അനുഭവപ്പെടുന്നുണ്ട് ഈ മേഖലകളിലൊക്കെ. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രവും നൽകുന്ന മുന്നറിയിപ്പ് അങ്ങനെയാണ്. കാരണം പ്രത്യേകിച്ച് തിരുവനന്തപുരം, കൊല്ലത്തിന് പുറമെ പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം അടക്കമുള്ള ജില്ലകളിലും ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴ അനുഭവപ്പെടുമെന്ന മുന്നറിയിപ്പുണ്ട്. കനത്ത മഴയാണ് ഇപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലകളിലും അനുഭവപ്പെടുന്നത്. പ്രത്യേകിച്ച് താഴ്ന്ന മേഖലകളിലൊക്കെ വെള്ളക്കെട്ട് അനുഭവപ്പെട്ടു തുടങ്ങി എന്നതാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ. ഹൈവേകളിലടക്കം വലിയ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്നുണ്ട്. നേരിയ ഗതാഗത തടസ്സവും പല മേഖലകളിൽ നിന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു തുടങ്ങുന്നുണ്ട്. എന്തായാലും വടക്കൻ ജില്ലകളിൽ കനത്ത ചൂട് ഇപ്പോഴും നിലനിൽക്കുമ്പോഴാണ്, 40 ഡിഗ്രിയിലധികം ചൂട് നിലനിൽക്കുമ്പോഴാണ് തെക്കൻ ജില്ലകളിൽ ഇത്തരമൊരു സാഹചര്യം അനുഭവപ്പെടുന്നത്. 40 കിലോമീറ്ററിലധികം വേഗതയിൽ കാറ്റിനുള്ള സാധ്യതയും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കനത്ത വേനൽ ചൂടിനിടയിലും ഏറെ ആശ്വാസകരമായാണ് വേനൽ മഴ മാറുകയാണ്. ശരി. കടുത്ത ചൂടിന് ആശ്വാസമായി തെക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ വേനൽമഴ എത്തിയിരിക്കുകയാണ്. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിലാണ് മഴ പെയ്തിരിക്കുന്നത്. ടി ജി സജിത്താണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നടന്നിരിക്കുന്നത് മൂന്നാറിനേക്കാൾ വലിയ കയ്യേറ്റമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. കയ്യേറ്റ ഭൂമിയും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും ഏറ്റെടുക്കണമെന്നും അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. ഭൂമി കയ്യേറാൻ റിസോർട്ട് ഉടമ ചങ്ങനാശ്ശേരി സ്വദേശി സജിത്ത് ജോസഫാണ് വ്യാജരേഖ ചമച്ചതെന്നും അന്വേഷണ സംഘം കണ്ടെത്തി. വലിയ തോതിലുള്ള കയ്യേറ്റമാണ് ഇടുക്കി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ പരുന്തുംപാറയിൽ നടന്നതെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. 3 ഏക്കർ 33 സെന്റ് കയ്യേറിയാണ് വൻകിട റിസോർട്ട് നിർമ്മാണം. പരിസ്ഥിതി ദുർബല മേഖലയായ ഇവിടെ കയ്യേറിയ ഭൂമിയും അനധികൃതമായി നിർമ്മിച്ച കെട്ടിടങ്ങളും ഏറ്റെടുക്കണമെന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. IG സേതുരാമൻ, ഇടുക്കി മുൻ ജില്ലാ കളക്ടർ H ദിനേശൻ എന്നിവരടങ്ങിയ സംഘമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. ചങ്ങനാശ്ശേരി തൃക്കടിത്താനം സ്വദേശി സജിത്തിന്റെ ഉടമസ്ഥയിലാണ് റിസോർട്ട്. പീരുമേട് വില്ലേജിൽ സർവേ നമ്പർ 543-ൽ സജിത്ത് ഭൂമി വാങ്ങിയതായി രേഖയുണ്ടെങ്കിലും റിസോർട്ട് നിർമ്മാണം നടക്കുന്നത് മഞ്ചുമല വില്ലേജിലെ 441-ാം സർവേ നമ്പറിലാണ്. ഇത് സർക്കാർ ഭൂമിയാണെന്നും ഇവിടെ നിർമ്മിച്ചിരിക്കുന്ന പടുതാക്കുളം അപകട ഭീഷണി ഉയർത്തുന്നതാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 1 വർഷം മുമ്പ് പീരുമേട് വില്ലേജ് ഓഫീസർ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വിലക്കി നോട്ടീസ് നൽകിയിരുന്നു. തുടർന്ന് നിർമ്മാണം നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് വില്ലേജ് ഓഫീസർ സ്ഥലം മാറിയതോടെയാണ് നിർമ്മാണം യുദ്ധകാലാടിസ്ഥാനത്തിൽ പൂർത്തിയായത്. ഇവിടെ പലയിടങ്ങളിലും സർക്കാർ ഭൂമി തിരിച്ചറിയാൻ അടയാളങ്ങളോ അതിർത്തി നിർണയമോ ഇല്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഹൈക്കോടതി സർക്കാരിന്റെ വിശദീകരണം തേടിയിട്ടുണ്ട്. സർക്കാർ ഭൂമി വ്യാപകമായി കയ്യേറി വിവിധയിടങ്ങളിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നുവെന്ന് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി.
കൊച്ചി കാക്കനാട് തെങ്ങോട് ഗവൺമെന്റ് ഹൈസ്കൂളിൽ വിദ്യാർത്ഥിനിക്ക് നേരെ നായ്ക്കുരുണപ്പൊടി വിതറിയ സംഭവത്തിൽ പോലീസ് കേസെടുത്തു. ആൺകുട്ടികളും പെൺകുട്ടികളും അടക്കം 6 സഹപാഠികളെയും 2 അധ്യാപകരെയും പ്രതികളാക്കിയാണ് ഇൻഫോപാർക്ക് പോലീസ് കേസെടുത്തത്. ഫെബ്രുവരി 3-നാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് നേരെ സഹപാഠികളായ പെൺകുട്ടികളും ആൺകുട്ടികളും അടങ്ങുന്ന 6 അംഗ സംഘം നായ്ക്കുരുണപ്പൊടി വിതറിയത്. കേസിൽ ആരോപണ വിധേയരായ 6 വിദ്യാർത്ഥികൾക്കും 2 അധ്യാപകർക്കുമെതിരെയാണ് കേസ്. സംഭവം അറിഞ്ഞിട്ടും പെൺകുട്ടിക്ക് സംരക്ഷണം നൽകാതെ മനഃപൂർവ്വം അവഗണിച്ചെന്നും ക്ലാസ്സിലിരിക്കാൻ നിർബന്ധിച്ചെന്നുമാണ് അധ്യാപകർക്കെതിരായ പരാതി. പ്രധാന അധ്യാപിക ജിഷ, ക്ലാസ് ടീച്ചർ ശ്രീകാന്ത് എന്നിവർക്കെതിരെയാണ് കേസ്. BNS 118(1), 3, 5 വകുപ്പുകളനുസരിച്ച് ബോധപൂർവമുള്ള ഉപദ്രവിക്കൽ കുറ്റമാണ് ഇരുവർക്കുമെതിരെ ചുമത്തിയിരിക്കുന്നത്. നായ്ക്കുരുണപ്പൊടി ആക്രമണത്തിനിരയായ പെൺകുട്ടി അണുബാധ മൂലം ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു. സ്വകാര്യ ഭാഗങ്ങളെ വരെ ഇത് ബാധിച്ചു. മൂത്രമൊഴിക്കാൻ പോലും ആകാത്ത വിധം കടുത്ത ശാരീരിക അസ്വസ്ഥതകളും ഉണ്ടായി. അധ്യാപകരുടെ നിലപാടും സ്കൂളിലെ പ്രശ്നങ്ങളും കുട്ടിയെ മാനസികമായി ബാധിച്ചു. കൗൺസിലിംഗ് നടത്തി കുട്ടിയെ സാധാരണ നിലയിൽ എത്തിക്കാനുള്ള ശ്രമം തുടരുകയാണ്. ക്ലാസ് മുറിയിലെ ഡെസ്ക് ഉപയോഗിച്ച് ഈ സഹപാഠികൾ മുതുകിൽ ഇടിച്ചിട്ടുണ്ടെന്നും പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശാനുസരണം വെള്ളിയാഴ്ച സ്കൂളിലും കുട്ടിയുടെ വീട്ടിലും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരെത്തി അന്വേഷണം നടത്തി. ജില്ലാ ലീഗൽ സർവീസസ് അതോറിറ്റിയും വിദ്യാർത്ഥിനിയുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. കുതിരമൂട്ടിൽ കഞ്ഞിയുടെ രുചിഭേദങ്ങൾ നിറയുകയാണ് ചെട്ടിക്കുളങ്ങരയിൽ. പരമ്പരാഗത രീതിയിൽ നിലത്തിരുന്ന് വാഴയിലയിൽ കഞ്ഞി കുടിക്കുന്ന സമ്പ്രദായം ഭരണിക്കാലത്ത് ഓണാട്ടുകരയിലെ അപൂർവ കാഴ്ചയാണ്. ഓലയും തടയും വാഴയിലയും പ്ലാവില സ്പൂണും പുതിയ തലമുറ ഇതൊക്കെ കണ്ടിട്ടുണ്ടോ? വരൂ ചെട്ടികുളങ്ങരയിലേക്ക്. അസ്ത്രവും മുതിരയും കടുമാങ്ങയും പപ്പടവും അവലും ഉണ്ണിയപ്പവും കൂട്ടി ചൂട് കഞ്ഞി കുടിക്കാം. ഓണാട്ടുകാരിലെത്തുന്നവർക്ക് ഓണക്കാലത്ത് ഈ അപൂർവ രുചിക്കൂട്ട് ആസ്വദിക്കാം. ഓല വിരിച്ച് നിലത്തിരുന്ന് ഓലക്കാൽ കൊണ്ടുള്ള തടയ്ക്ക് മുകളിൽ വാഴയില വെക്കും. അതിലേക്ക് കഞ്ഞി ഒഴിക്കുമ്പോൾ ചൂടുകൊണ്ട് അത് കുഴിഞ്ഞ് പാത്രമാകും. അതിലേക്ക് അസ്ത്രവും മുതിരയും പപ്പടവും, മറ്റൊരു ഓലക്കീറിൽ അവലും പഴവും ഉണ്ണിയപ്പവും. ഇത് കുതിരമുട്ടിലും തേരുമുട്ടിലുമാണ് നടക്കുക. കുംഭഭരണിക്ക് മുൻപ് ശിവരാത്രി നാളിൽ കുതിരയുടെയും തേരിൻ്റെയും പണി നടക്കുന്ന സ്ഥലം ആ പണി നടക്കുന്നവർക്ക് വേണ്ടി ഒരുക്കിയ ഒരു വിഭവമാണ് ഈ കുതിരമുട്ടിൽ കഞ്ഞി എന്നത്. കുതിരമുട്ടിൽ കഞ്ഞിക്ക് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓണാട്ടുകരയുടെ ഏറ്റവും സവിശേഷമായ ഒന്നാണ്. ഓണാട്ടുകരയിൽ വിളയുന്ന നടുതല സാധനങ്ങൾ ഉൾപ്പെടുത്തിയാണ് ഓണാട്ടുകരയിൽ ഈ കഞ്ഞി തയ്യാറാക്കുന്നത്. അമ്മയുടെ ആഗമനവുമായി ബന്ധപ്പെട്ട ഒന്നാണിത്. ചെട്ടികുളങ്ങര ഭഗവതിക്ക് വഴിപാടായാണ് കഞ്ഞിസദ്യ. അമ്പലത്തിന് ചുറ്റുമുള്ള 13 കരകളിലും കഞ്ഞി ഉണ്ടാകും. വീടുകളിലും കുതിരച്ചുവടുകളിലും ഭരണി തലേദിവസം വരെ കഞ്ഞി വഴിപാട് നീണ്ടു നിൽക്കും. ന്യൂസ് 18 ചെട്ടികുളങ്ങര. കൊല്ലത്ത് പുതിയ 2 പോലീസ് സ്റ്റേഷനുകൾ ഉദ്ഘാടനം ചെയ്തു. കൊട്ടാരക്കരയിലും ചിതറയിലുമാണ് പുതിയ കെട്ടിടത്തിൽ പോലീസ് സ്റ്റേഷനുകളുടെ പ്രവർത്തനം ആരംഭിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. 2.5 കോടികൾ വീതം മുതൽ മുടക്കിയാണ് പോലീസ് സ്റ്റേഷനുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഗേൾസ് ഹൈസ്കൂളിന് സമീപം 2.5 ഏക്കർ സ്ഥലത്താണ് കൊട്ടാരക്കരയിൽ ആധുനിക സൗകര്യത്തോടെയുള്ള പോലീസ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. റിസപ്ഷൻ, സ്റ്റേഷൻ ഹൗസ്, ഓഫീസറുടെ മുറി, റൈറ്ററുടെ മുറി, ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള മുറി, വനിതകളുടെയും പുരുഷന്മാരുടെയും ലോക്കപ്പുകൾ, ഭിന്നശേഷിക്കാർക്കുൾപ്പെടെയുള്ള ശൗചാലയങ്ങൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ 1-ാം നിലയിലെത്തിയാൽ ക്രൈം സബ് ഇൻസ്പെക്ടറുടെ മുറി, തൊണ്ടിരേഖകൾ സൂക്ഷിക്കുന്നതിനുള്ള മുറികൾ, കമ്പ്യൂട്ടർ മുറികളും കാണാൻ കഴിയും. അത്യാധുനിക നിലവാരത്തിലാണ് എല്ലാം സജ്ജമാക്കിയിരിക്കുന്നത്. ജില്ലയിലെ പ്രധാന പോലീസ് സ്റ്റേഷനായ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ വളരെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു പോലീസുകാർ കഴിഞ്ഞു വന്നിരുന്നത്. അവരുടെ സ്ട്രെങ്തിനനുസരിച്ചുള്ള സ്ഥല സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അതിനൊക്കെ വ്യത്യസ്തമായി വളരെ വിശാലമായ, നമുക്ക് പോലീസുകാരുടെ സ്വപ്നം തന്നെ, ഓരോ പോലീസുകാരൻ്റെ സ്വപ്നം കാണുന്ന തുല്യമായ ഒരു പുതിയ പോലീസ് സ്റ്റേഷനാണ് ഇവിടെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. കോൺഫറൻസ് ഹാളും പോലീസുകാരുടെ വിശ്രമ മുറികളും അടുക്കളയുമെല്ലാം 2-ാം നിലയിലാണ്. 7350 സ്ക്വയർ ഫീറ്റിൽ കേരള പോലീസ് ഹൗസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ജില്ലാ പോലീസ് പരിശീലന കേന്ദ്രവും വനിതാ സെൽ എന്നിവയുടെ നിർമ്മാണവും സമീപത്തായി പുരോഗമിക്കുന്നുണ്ട്. ശനിയാഴ്ച 4-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ച് നാടിന് സമർപ്പിക്കും. ന്യൂസ് 18 കൊട്ടാരക്കര. മലയോര മേഖലയിൽ കാട്ടുതീ വ്യാപകമാകുമ്പോഴും 2021 മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയ
ഇടുക്കി രാജാക്കാട് മിനി ഫയർ സ്റ്റേഷൻ പ്രഖ്യാപനങ്ങളിൽ ഒതുങ്ങി. അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകാൻ ഗ്രാമപഞ്ചായത്തിനോട് നിർദ്ദേശം നൽകിയിരുന്നെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല. അപകടം സംഭവിക്കുമ്പോൾ കിലോമീറ്ററുകൾ അകലെ നിന്നാണ് ഫയർഫോഴ്സ് സംഘം എത്തുന്നത്. 2019 ബജറ്റിൽ പ്രഖ്യാപിച്ച മിനി ഫയർ സ്റ്റേഷന് 2021 മന്ത്രിസഭ യോഗം അംഗീകാരം നൽകിയത്. മിനി ഫയർ സ്റ്റേഷൻ സ്ഥലം കണ്ടെത്തി നൽകാൻ തയ്യാറാണെന്ന് രാജാക്കാട് പഞ്ചായത്ത് സർക്കാരിനെ അറിയിച്ചിരുന്നു. ഇതിനായി ബസ് സ്റ്റാൻഡിലെ കെട്ടിടം ആദ്യം പരിഗണിച്ചിരുന്നു. തുടർന്ന് സ്വകാര്യ വ്യക്തിയുടെ സ്ഥലവും വാടകയ്ക്കെടുത്ത് പ്രവർത്തിക്കുന്നതും പരിഗണിച്ചു. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം പദ്ധതി ഇതുവരെ പ്രാവർത്തികമായില്ല. നവകേരള സദസ്സ് ജില്ലയിൽ പര്യടനം നടത്തിയപ്പോൾ ഫയർ സ്റ്റേഷന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാകുമെന്നും നാട്ടുകാർ പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ രാജാക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, ഇവിടെ എന്തെങ്കിലും ഒരു തീപിടുത്തോ അല്ലെങ്കിൽ ജലാശയത്തിൽ ആരെങ്കിലും പോയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ അടിമാലിയിൽ നിന്ന് വരണം, അതല്ല എങ്കിൽ നെടുങ്കണ്ടത്തു നിന്ന് വരണം. ഈ രണ്ട് സ്ഥലത്തു നിന്ന് എവിടെ ഇവരെത്തണമെങ്കിലും ഏതാണ്ട് ഒരു 3/4 മണിക്കൂർ പിടിക്കും. സർവകക്ഷി യോഗത്തിൽ അതിന് വേണ്ടിയിട്ട് ഒന്നുകിൽ ബസ് സ്റ്റാൻഡിൽ സ്ഥലം ഒരുക്കി കൊടുക്കണം, അതല്ല എങ്കിൽ പഴയപടിയിൽ ഒരു സ്ഥലത്ത് ഒരുക്കി കൊടുക്കേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ട് അതിന്റെ ബാക്കി പ്രവർത്തനങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ദുരന്തങ്ങളും അപകടങ്ങളും ഉണ്ടാകുമ്പോൾ രാജാക്കാട് മേഖലയിൽ ഫയർ ആൻഡ് റെസ്ക്യൂ യൂണിറ്റിന്റെ അഭാവം തിരിച്ചടിയാണ്. രാജാക്കാട്, രാജകുമാരി, സേനാപതി, ശാന്തൻപാറ, ബൈസൺ വാലി, കൊന്നത്തടി മേഖലകളിൽ എന്തെങ്കിലും അത്യാഹിതങ്ങൾ സംഭവിക്കുമ്പോൾ ശരാശരി 30 കിലോമീറ്റർ അധികം അകലെയുള്ള നെടുങ്കണ്ടം, അടിമാലി, മൂന്നാർ എന്നിവിടങ്ങളിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തുമ്പോഴേക്കും നാശനഷ്ടങ്ങളുടെ തോത് ഉയരുന്നത് പതിവാണ്. വേനൽ കടുത്തതോടെ ഈ മേഖലയിൽ കാട്ടുതീ വ്യാപകമാണ്. മുൻപ് പൂപ്പാറയിലുണ്ടായ തീപിടുത്തത്തിൽ കോടിക്കണക്കിന് രൂപയുടെ കുടിവെള്ള പൈപ്പുകൾ കത്തിനശിച്ചിരുന്നു. ശാന്തൻപാറ, ശങ്കരപാണ്ഡ്യൻമേട്ടിൽ കാട്ടുതീയിൽ ഏക്കർ കണക്കിന് കൃഷി കത്തിനശിച്ചിരുന്നു. ജലാശയങ്ങളിൽ വീണ് അപകടങ്ങളുണ്ടായാൽ തൊടുപുഴയിൽ നിന്നാണ് മുങ്ങൽ വിദഗ്ധർ എത്തുന്നത്. രാജാക്കാട്ടിൽ അനുവദിച്ച മിനി ഫയർ സ്റ്റേഷൻ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കാൻ അധികൃതർ ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കോവിൽമലയിൽ ആദിവാസി രാജാവിന് കൊട്ടാരവും ആദിവാസി മ്യൂസിയവും നിർമ്മിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനം യാഥാർത്ഥ്യമായില്ല. 2016 കൊട്ടാര നിർമ്മാണത്തിനായി 20 ലക്ഷം രൂപ അനുവദിച്ച ഉത്തരവ് രാജമന്നാന് കൈമാറിയെങ്കിലും സാങ്കേതിക പ്രശ്നങ്ങളുടെ പേരിൽ നിർമ്മാണം നീണ്ടുപോവുകയാണ്. ആദിവാസി രാജഭരണം നിലനിൽക്കുന്ന സ്ഥലമാണ് ഇടുക്കി കാഞ്ചിയാർ പഞ്ചായത്തിലെ കോവിൽമല. 42 കുടികളുടെ രാജാവാണ് രാമൻ രാജമന്നാൻ. രാജാവാണെങ്കിലും ഇവിടെ ഇദ്ദേഹത്തിന് സ്വന്തമായി വീടില്ല. 2012 കോവിൽമലയിൽ രാജകൊട്ടാരം പണിയാൻ 20 ലക്ഷം രൂപ ബജറ്റിൽ അനുവദിച്ചു. എന്നാൽ പല കാരണങ്ങളാൽ കൊട്ടാരത്തിന്റെ നിർമ്മാണം നീണ്ടുപോയി. രാജകൊട്ടാരം നിർമ്മിക്കാൻ സർക്കാർ ഉത്തരവ് പ്രകാരം 20 ലക്ഷം രൂപയുടെ കരാർ 2016 ഇടുക്കി MLA റോഷി അഗസ്റ്റിൻ രാമൻ രാജമന്നാന് കൈമാറി. 1 വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കും എന്നായിരുന്നു വാഗ്ദാനം. ഗവേഷണ വിദ്യാർത്ഥികൾക്കായി ആദിവാസി മ്യൂസിയവും അനുവദിച്ചിരുന്നു. ഒരുപാട് ആളുകൾ ഈ ഒരു സംവിധാനത്തെക്കുറിച്ച്, ഈ ഒരു ഭരണ വ്യവസ്ഥയെക്കുറിച്ചെല്ലാം മനസ്സിലാക്കുവാനും കാണുവാനും കേൾക്കുവാനും ആസ്വദിക്കുവാനും വിനോദസഞ്ചാരികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ മറ്റിതര പഠനവുമായി ബന്ധപ്പെട്ടെല്ലാം PhD പോലുള്ള വിദ്യാർത്ഥികൾ പോലും ഈ ഒരു വിഷയത്തെക്കുറിച്ച്, ഈ ഒരു സംസ്കാരത്തെക്കുറിച്ച് മനസ്സിലാക്കുവാനും പഠിക്കുവാനും വരാറുണ്ട്. അവർക്കെല്ലാം ഇവിടുത്തെ പശ്ചാത്തലം പരിമിതമാണ്. അത് നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കേണ്ടതുണ്ട്. രാജാവിന് താമസിക്കാനുള്ള സൗകര്യങ്ങൾ, രാജസദസ് ചേരാനുള്ള ഹാൾ, ലൈബ്രറി, പരമ്പരാഗത ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി കൊട്ടാരം നിർമ്മിക്കാനാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത്. കൊട്ടാരം നിർമ്മിക്കാൻ സ്ഥലമില്ലാത്തതായിരുന്നു ആദ്യ പ്രശ്നം. പിന്നീട് വിവിധ ഹൈന്ദവ സംഘടനകൾ ചേർന്ന് രാജകൊട്ടാരത്തിനായി സ്ഥലം വാങ്ങി നൽകി. എന്നിട്ടും സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് രാജകൊട്ടാരത്തിന്റെയും ആദിവാസി മ്യൂസിയത്തിന്റെയും നിർമ്മാണം അനന്തമായി നീളുകയാണ്. ന്യൂസ് 18 ഇടുക്കി. 2023-24 സാമ്പത്തിക വർഷത്തിൽ കൊല്ലം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് കുടിവെള്ളം വിതരണം ചെയ്തതിൽ വ്യാപക ക്രമക്കേട് വിജിലൻസ് കണ്ടെത്തി. അനധികൃതമായി ചെലവഴിച്ചുവെന്ന് കണ്ടെത്തിയ 25 ലക്ഷം രൂപ തിരികെ അടയ്ക്കാൻ നിർദ്ദേശം. ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ UDF പ്രതിഷേധം. വെള്ളപ്പൊക്ക സമയത്ത് പോലും ടാങ്കറിൽ കുടിവെള്ളം വിതരണം ചെയ്തതായി കാട്ടി പണം തട്ടിയെന്നാണ് പരാതി. പഞ്ചായത്ത് പ്രസിഡന്റ്, സെക്രട്ടറി, സ്ഥിരം സമിതി അധ്യക്ഷൻ, ക്ലർക്ക്, നിർവ്വഹണ ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് 25 ലക്ഷത്തോളം രൂപ സർക്കാരിലേക്ക് തിരിച്ചടക്കണമെന്നാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് വിജിലൻസ് നിർദ്ദേശം. ഉത്തരവ് വന്നതിന് പിന്നാലെയാണ് UDF പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. വ്യാജ വൗച്ചർ ഉണ്ടാക്കി കോൺട്രാക്ടറും ഒരു പഞ്ചായത്ത് മെമ്പറും അതേപോലെ പഞ്ചായത്ത് സെക്രട്ടറിയും ചേർന്ന് കൊള്ളയടിക്കുകയായിരുന്നു. അതാണ്ട് 25 ലക്ഷം രൂപ പച്ചയ്ക്ക് കൊള്ളയടിച്ചുകൊണ്ട് പോയി എന്നുള്ളതാണ് വിളക്കുടി പഞ്ചായത്തിലെ ജനങ്ങൾ കേൾക്കുന്ന ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം.
ട്രിപ്പ് ഷീറ്റിന്റെ വ്യാജരേഖ ഉണ്ടാക്കിയാണ് തട്ടിപ്പ് നടത്തിയതെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ജല അതോറിറ്റിയിൽ നിന്നും 2160 ട്രിപ്പുകളായി ടാങ്കറിൽ വെള്ളം വിതരണം ചെയ്തതായി പറയുന്നുണ്ടെങ്കിലും അത് കൃത്യമല്ലെന്ന് വിജിലൻസ് കണ്ടെത്തി. വിളക്കുടി സ്വദേശി കുറ്റിക്കുന്നേൽ അനി തദ്ദേശ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർക്ക് നൽകിയ പരാതിയിലാണ് വിജിലൻസ് അന്വേഷണം നടന്നത്. 5000 ലിറ്റർ ടാങ്കിൽ വെള്ളം എത്തിക്കുന്നതിന് കിലോമീറ്ററിന് 88.8 രൂപ നിരക്കിൽ കുണ്ടറ മുളവനയിലെ ഏജൻസിയായിരുന്നു ടെൻഡർ എടുത്തത്. വാഹനത്തിൽ GPS പോലും വയ്ക്കാതെ 5000 ലിറ്ററിന് പകരം 2000, 3000 ലിറ്റർ ടാങ്കുകൾ ഘടിപ്പിച്ചായിരുന്നു ജലവിതരണമെന്ന് അന്വേഷണ സംഘം കണ്ടെത്തി. ഒരു ദിവസം ഒരു വണ്ടി 9 തവണ ജലവിതരണം നടത്തിയെന്നാണ് രേഖകൾ പറയുന്നത്. ഇത് വിശ്വസനീയമല്ലെന്നും വിളക്കുടിയിൽ നിന്നും കുണ്ടറ പോയി വെള്ളം ശേഖരിച്ച് 45 മിനിറ്റ് കൊണ്ടെത്തി വിതരണം നടത്തി വീണ്ടും വെള്ളം ശേഖരിക്കാൻ കഴിയില്ലെന്നും വിജിലൻസ് സംഘം കണ്ടെത്തി. ഒരു ഗ്രാമപഞ്ചായത്തിന് കുടിവെള്ള വിതരണത്തിന് 18 ലക്ഷം രൂപ മാത്രം ചിലവഴിക്കാമെന്ന നിയമമിരിക്കെ 32 ലക്ഷം രൂപ ചെലവഴിച്ചതായാണ് കണക്കുകൾ കാണിക്കുന്നത്. മഴ പെയ്ത് വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ വെള്ളപ്പൊക്ക സമയത്ത് 118 ട്രിപ്പ് വെള്ളം വിതരണം ചെയ്തു എന്നും രേഖപ്പെടുത്തിയിരിക്കുന്നു. സംഭവം വിവാദമായ പശ്ചാത്തലത്തിലാണ് പ്രതിപക്ഷ കൗൺസിലർമാരും കോൺഗ്രസ് പ്രവർത്തകരും ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ ഉപരോധ സമരം സംഘടിപ്പിച്ചത്. ന്യൂസ് 18 പുനലൂർ. കാസർഗോഡ് ചെറുവത്തൂർ മയിച്ച ഗവൺമെന്റ് LP സ്കൂളിന് പുതിയ കെട്ടിടമൊരുങ്ങുന്നു. കാസർഗോഡ് വികസന പാക്കേജിൽ ഉൾപ്പെടുത്തി 2.92 കോടി രൂപ ചെലവിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം M രാജഗോപാലൻ MLA നിർവഹിച്ചു. ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CV പ്രമീള അധ്യക്ഷയായി. പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ M ശ്രീജിത്ത് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ലഹരി വിൽപ്പനക്കാരെ കണ്ടെത്താനുള്ള പോലീസിന്റെ ഓപ്പറേഷൻ ഡി ഹണ്ട് കൊച്ചിയിലും പരിശോധന ശക്തമാക്കി. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് നടപടി. കഴിഞ്ഞ മാസം 22 മുതൽ ആരംഭിച്ച പരിശോധനയിൽ കൊച്ചിയിൽ 162 പേരാണ് പിടിയിലായത്. സ്കൂൾ കോളേജ് പരിസരങ്ങൾ കേന്ദ്രീകരിച്ചും സാമൂഹിക വിരുദ്ധരുടെ താവളമായി ശ്രദ്ധിക്കപ്പെട്ട ഇടങ്ങളിലും നിരീക്ഷണം ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. കഴിഞ്ഞ മാസം 22 മുതൽ ആരംഭിച്ച പരിശോധനയിൽ 162 പേരാണ് പിടിയിലായത്. 150 കേസുകൾ രജിസ്റ്റർ ചെയ്തു. പ്രതികളിൽ നിന്നും MDMA, കഞ്ചാവ്, ഹാഷിഷ് ഓയിൽ, ബ്രൌൺ ഷുഗർ, കഞ്ചാവ് ചെടി എന്നിവയും പിടിച്ചെടുത്തിരുന്നു. സംസ്ഥാനത്ത് അടുത്തിടെ ഉണ്ടായ ആക്രമണ സംഭവങ്ങളിലെല്ലാം ലഹരിയുടെ സ്വാധീനമുണ്ടെന്നും പോലീസ് പരിശോധന ശക്തമല്ലാത്തതാണ് ലഹരി വസ്തുക്കളുടെ ലഭ്യം കൂടുന്നതെന്നും വ്യാപക വിമർശനം ഉയർന്നതോടെയാണ് പോലീസ് പരിശോധന ശക്തമാക്കിയിരിക്കുന്നത്. സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾക്ക് ലഹരി എത്തിക്കുന്ന സംഘങ്ങളുടെ ഉറവിടം കണ്ടെത്തുകയാണ് പോലീസിന്റെ ലക്ഷ്യം. ന്യൂസ് 18 കൊച്ചി. കാസർഗോഡ് നീലേശ്വരം കേണമംഗലം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിൽ കോലധാരിയെ നിശ്ചയിക്കാൻ വരച്ചുവെക്കൽ ചടങ്ങ് നടത്തി. പെരുങ്കളിയാട്ടത്തിന്റെ സമാപന ദിവസമായ മാർച്ച് 9 കേണമംഗലത്ത് ഭഗവതിയുടെ തിരുമുടി നിവരും. ആചാര പെരുമയോടെയായിരുന്നു ചടങ്ങുകൾ. അരങ്ങിലടിയന്തരത്തിന് ശേഷം കേണമംഗലത്ത് ദേവിയുടെയും വിഷ്ണുമൂർത്തിയുടെയും പ്രതിപുരുഷന്മാർ അരങ്ങിലിറങ്ങിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. ക്ഷേത്രം അന്തിത്തിരിയൻ പള്ളിപ്പുറം രാജൻ രാശിക്കളത്തിൽ സ്വർണവും പൂവും നിക്ഷേപിച്ചു. സ്വർണത്തിന്റെ സ്ഥാനം നോക്കി പെരുങ്കളിയാട്ടത്തിന്റെ രാശിഫലം പ്രവചിച്ചു. ശേഷം കണിമംഗലത്ത് ഭഗവതിയുടെ കോലധാരിയെ കണ്ടെത്തുന്നതിനുള്ള രാശി നടന്നു. പള്ളിക്കര പ്രസാദ് കർണമൂർത്തിക്ക് കേണമംഗലത്ത് ഭഗവതിയുടെ കോലമണിയാൻ നിയോഗം. കർണമൂർത്തി ക്ഷേത്രം പ്രതിപുരുഷന്മാരിൽ നിന്നും അനുഗ്രഹം വാങ്ങി ക്ഷേത്ര പരിസരത്ത് പ്രത്യേകം സജ്ജമാക്കിയ കുടിലിൽ വ്രതം തുടങ്ങി. 4 മുതൽ 9 വരെ നടക്കുന്ന പെരുങ്കളിയാട്ടത്തിൽ 11 തോറ്റങ്ങളാടി ഭഗവതിയെ മനസ്സിലേക്കും ശരീരത്തിലേക്കും ആവാഹിച്ചാണ് കർണമൂർത്തി കേണമംഗലത്ത് ഭഗവതിയുടെ കോലം ധരിക്കുക. ചടങ്ങിൽ വിവിധ കഴകങ്ങളിലെയും ക്ഷേത്രങ്ങളിലെയും ആചാരക്കാരും സ്ഥാനികരും ഭക്തരും പങ്കെടുത്തു. ന്യൂസ് 18 കാസർഗോഡ്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാത നവീകരണത്തിന് വഴി തെളിഞ്ഞു. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് നവീകരണം. വല്ലപ്പുഴ വരെയുള്ള ഭാഗമാണ് 6 കോടി രൂപ ചെലവിൽ നവീകരിക്കുന്നത്. ശബരിമല തീർത്ഥാടകർക്ക് കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് നവീകരണം. പട്ടാമ്പി ചെർപ്പുളശ്ശേരി പാതയിലെ വല്ലപ്പുഴ വരെയുള്ള ഭാഗമാണ് ആധുനിക രീതിയിൽ നവീകരിക്കുന്നത്. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിയാണ് പ്രവർത്തനം. ശബരിമല തീർത്ഥാടന കാലത്ത് ചെർപ്പുളശ്ശേരി അയ്യപ്പൻകാവിലേക്കും നിരവധി തീർത്ഥാടകർ എത്താറുണ്ട്. ഇവിടെ നിന്നും ഗുരുവായൂരിലേക്കും ശബരിമലയിലേക്കുമുള്ള പാതയാണ് നവീകരിക്കുന്നത്. പട്ടാമ്പി ചെർപ്പുളശ്ശേരി റോഡ് നല്ല റോഡാണ്, പക്ഷേ ചെറിയ രീതിയിലൊക്കെ ക്രാക്കും കംപ്ലൈന്റും വരാൻ തുടങ്ങിയിട്ടുണ്ട്. ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ എല്ലാ മണ്ഡലങ്ങളിലെയും
ചില റോഡുകൾ തിരഞ്ഞെടുത്തുകൊണ്ട് BC ഓവർലേ മാത്രം ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് മുകളിലെ ഒരു ലെയർ മാത്രം BC ചെയ്യുന്ന പ്രവർത്തനം. എന്നാൽ ആ റോഡ് നിലനിൽക്കും, ഇനി തകരാതിരിക്കാൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് 6 കോടി രൂപയാണ് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്. 8.5 കിലോമീറ്റർ ദൂരമുള്ള റോഡിന് 6 കോടി രൂപയുടെ ഭരണാനുമതി ലഭിച്ചു. നവീകരണം പൂർത്തിയാകുന്നതോടെ ചെർപ്പുളശ്ശേരി പട്ടാമ്പി പാതയിലെ യാത്ര സുഗമമാകും. ന്യൂസ് 18 പാലക്കാട്. ചൂട് കനത്തതോടെ തണ്ണിമത്തൻ കച്ചവടവും പൊടിക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം തണ്ണിമത്തന്റെ വരവും കൂടി. വേനൽ ചൂടിൽ പൊള്ളുകയാണ് നാട്. ചൂട് കൂടിയതോടെ പഴം വിപണിയും സജീവമായി. മറ്റ് പഴങ്ങൾക്കും ആവശ്യക്കാരുണ്ടെങ്കിലും തണ്ണിമത്തനാണ് പ്രിയം. പല നിറങ്ങളിലുള്ള തണ്ണിമത്തനുകളാണ് വഴിയോരത്തെ കടകളിൽ നിറഞ്ഞിരിക്കുന്നത്. വലിപ്പം കുറഞ്ഞതും മധുരം കൂടുതലുള്ളതും വിത്ത് അധികമില്ലാത്തതുമായ കിരണനാണ് ആവശ്യക്കാർ കൂടുതൽ. ആവശ്യക്കാർ കൂടുതൽ കിരൺ എന്ന് പറയുന്ന മത്തങ്ങയാണ്. നമ്മുടെ വെറൈറ്റി 5 വെറൈറ്റിയാണ് ഉള്ളത്. അങ്ങനെ 4 കിലോ മുതൽ 5 കിലോ വരെ ഓരോ വെറൈറ്റിക്ക് ഓരോ വിലയാണ്. അപ്പോൾ 4 കിലോ 100 രൂപ, 5 കിലോ 100 രൂപ, 2.5 കിലോ 100 രൂപ, 3 കിലോ 100 രൂപ, അങ്ങനെ പല ഐറ്റം വിലയാണ്. കിരണിന് പുറമെ വിശാൽ, മൃദുല, ജന്നത്ത് തുടങ്ങിയ ഇനങ്ങളും വിപണിയിലുണ്ട്. കിലോയ്ക്ക് 25 മുതൽ 40 രൂപ വരെയാണ് വില. റമദാൻ വ്രതം തുടങ്ങിയതും കച്ചവടം കൂടാൻ കാരണമായതായി വ്യാപാരികൾ പറയുന്നു. പിന്നെ വിശാൽ എന്ന് പറയുന്ന പുറം മഞ്ഞ സൈസ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പരമത്തൻ, തണ്ണിമത്തൻ, നമ്മുടെ മുൻകാലങ്ങളിൽ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന തണ്ണിമത്തങ്ങയുണ്ട്. അതുപോലെ തന്നെ ഉള്ളുമഞ്ഞ, അതേ ഒരു വെറൈറ്റി ഉണ്ട്. നാടൻ തണ്ണിമത്തന് പുറമെ മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തണ്ണിമത്തൻ കേരളത്തിലേക്ക് എത്തുന്നുണ്ട്. ന്യൂസ് 18 കായംകുളം. കടുത്ത പ്രതിസന്ധിയിലാണ് ചെങ്കൽ ഖനന നിർമ്മാണ മേഖല. ഖനന നിയന്ത്രണവും കളിമണ്ണിന്റെ ലഭ്യതക്കുറവും ബാധിച്ചത് നിരവധി തൊഴിലാളി കുടുംബങ്ങളെയാണ്. ഒരു കാലത്ത് തിരുവനന്തപുരത്തിന്റെ അതിർത്തി മേഖലകളിൽ നിരവധി ചെങ്കൽ ചൂളകൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇവയെല്ലാം ഇന്ന് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ്. ഇഷ്ടിക നിർമ്മാണത്തിന് ആവശ്യമായ മണ്ണിന്റെ ലഭ്യതക്കുറവും പ്രധാന പ്രതിസന്ധിയായി. വൈദഗ്ധ്യമുള്ള തൊഴിലാളികളെ കിട്ടാത്തതും മേഖലയെ ബാധിച്ചു. നെയ്യാറ്റിൻകര, ഓലത്താന്നി, അരുവിപ്പുറം മേഖലകളിലായി 50-ലധികം ഇഷ്ടിക ചൂളകൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇതിപ്പോൾ 10-ൽ താഴെയായി. അങ്ങനെ ഇത് കുഴിച്ചു വന്നപ്പോൾ ഭയങ്കര പ്രശ്നങ്ങളായി. ആറ്റിൻ്റെ ഇടങ്ങളിൽ നിന്നൊക്കെ പണ്ട് മണലൂറ്റിനടുത്തെന്നൊക്കെ മണ്ണെടുത്തോണ്ടിരുന്നു. ഇപ്പോഴും മണലൂറ്റില്ല, മണ്ണെടുക്കാൻ പറ്റും. മണ്ണെടുക്കാനും ഇല്ല, എല്ലായിടമൊക്കെ കുഴികളായി. അതിനകത്ത് ഭയങ്കര ഇപ്പോൾ ഏതെങ്കിലും കുളങ്ങളൊക്കെ കോരുമ്പോഴാണ് മണ്ണ് അങ്ങനെ കുറേശ്ശൊക്കെ കൊണ്ടുവരുന്നത്. അത് പാസ് എടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇഷ്ടിക നിർമ്മാണത്തിന് ആവശ്യമായ കളിമണ്ണ് മുൻകാലങ്ങളിൽ കുളങ്ങളിൽ നിന്നും വയലുകളിൽ നിന്നും ലഭ്യമായിരുന്നു. എന്നാൽ ഖനനത്തിൽ നിയന്ത്രണം വന്നതോടെ മണ്ണിന്റെ ലഭ്യത കുറഞ്ഞു. നിലവിൽ 1 ലോഡ് കളിമണ്ണിന് ഇഷ്ടിക കളത്തിലെത്തുമ്പോൾ 6000 മുതൽ 7000 രൂപ വരെ നൽകേണ്ടി വരും. ഇതിൽ നിന്ന് 1000-ൽ താഴെ ഇഷ്ടിക മാത്രമേ നിർമ്മിക്കാനാകൂ. ചുള്ളയൊക്കെ ഉണ്ടായിരുന്നതാണ്. ഇപ്പം ഇതും പൊളിഞ്ഞ് അങ്ങനെയെല്ലാം മേഖലയെല്ലാം വയ്ക്കൊണ്ടിരിക്കുകയാണ്. ജോലിക്കൂലി കൂടുതൽ. 500 രൂപ മാറി ഒന്നും ഇല്ല. 500 രൂപ മാറിയ ഒരുത്തന 1000 രൂപ ശമ്പളം കൊടുത്താൽ 500 രൂപ കൊണ്ട് മാറി ഒന്നും മേടിക്കാൻ പോലും കിട്ടില്ല, വീട്ടിൽ ചെലവിന് പോലും. പരമ്പരാഗതമായി ഈ മേഖലയിൽ സജീവമായി നിന്ന ഭൂരിഭാഗം പേരും ഇപ്പോൾ ജീവിതം വഴിമുട്ടിയ സ്ഥിതിയിലാണ്. മേഖല നിലനിർത്താൻ സർക്കാരിന്റെ ഇടപെടൽ തേടുകയാണ് തൊഴിലാളികൾ. തമിഴ്നാട്ടിൽ നിന്നടക്കം കളിമണ്ണെത്തിച്ചാൽ വ്യവസായത്തിന് ഊർജം പകരുമെന്നും തൊഴിലാളികൾ പറയുന്നു. ന്യൂസ് 18 നെയ്യാറ്റിൻകര. പുണ്യ റമദാന് തുടക്കം. വ്രതകാലം ഇത്തവണ കൊടും ചൂടിനൊപ്പമാണ് കടന്നുപോവുക. റമദാന്റെ പുണ്യം ഹൃദയത്തിലേക്ക് ആവാഹിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് വിശ്വാസി സമൂഹം. ഈ റിപ്പോർട്ടോടുകൂടി സകലമാന കേരളം പൂർണ്ണമാവുകയാണ്. നമസ്കാരം. أشهد أن لا إله إلا الله أشهد أن لا إله إلا രാപ്പകൽ പ്രാർത്ഥനകളിൽ മുഴുകിയും ദാനധർമ്മങ്ങളാലും റമദാന്റെ പുണ്യം നേടാനുള്ള തിരക്കിലായിരിക്കും ഇനി മുതൽ വിശ്വാസികൾ. റമദാന്റെ പുണ്യം എല്ലാവരിലും നന്മയുടെ തെളിച്ചം നിറയ്ക്കുന്നതാകട്ടെ എന്ന പ്രാർത്ഥനയാണ് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ പങ്കുവെക്കുന്നത്. പരിശുദ്ധ റമദാൻ മാസം സമാഗതമായി കഴിഞ്ഞു. വിശ്വാസികൾ കഴിഞ്ഞ റജബ് മാസം മുതൽക്ക് തന്നെ പരിശുദ്ധ റമദാനിനെ പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധ റമദാനിന് അതിൻ്റെ എല്ലാ വിധത്തിലുള്ള
പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് അത് ആത്മസംസ്കരണത്തിൻ്റെ മാസമാണ്, കാരുണ്യത്തിൻ്റെ മാസമാണ്, നരക വിമോചനത്തിൻ്റെ മാസമാണ്. കാരുണ്യവും മഹ്ഫിറത്തും, അതായത് നമുക്ക് അള്ളാഹു പുറത്തു തരുന്ന ഒരു മാസം കൂടിയാണ് റമദാൻ. എന്നതുപോലെ തന്നെ നരക വിമോചനത്തിൻ്റെ കൂടി ഒരു മാസമാണ്. അപ്പോൾ ആ കാര്യങ്ങളിലെല്ലാം ബദ്ധശ്രദ്ധരായിക്കൊണ്ട് റമദാൻ മാസത്തെ ധന്യമാക്കാൻ എല്ലാ വിശ്വാസികളും തയ്യാറാക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു. മിക്ക പള്ളികളിലും തറാവീഹ് നമസ്കാരത്തിന് നേതൃത്വം നൽകാൻ ഖുർആൻ മുഴുവൻ മനഃപ്പാഠമാക്കിയ ഇമാമുമാരെ നിയോഗിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏതാണ്ട് എല്ലാ പള്ളികളിലും നോമ്പുതുറയ്ക്കുള്ള സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക പ്രഭാഷണ സദസ്സുകളും പള്ളികൾ കേന്ദ്രീകരിച്ച് നടക്കും. മുസ്ലിം സംഘടനകളും പാർട്ടികളും റിലീഫ് പ്രവർത്തനങ്ങൾക്കാണ് ശ്രദ്ധ കൊടുക്കുന്നത്. സഹജീവി സ്നേഹവും കാരുണ്യവും റമദാൻ മാസത്തിലെ വലിയൊരു ആരാധനയാണ്. ദാനധർമ്മങ്ങൾ ചെയ്തും കഷ്ടപ്പെടുന്നവരെ ചേർത്ത് പിടിച്ചും സർവശക്തനിലേക്ക് കൂടുതൽ അടുക്കാൻ വിശ്വാസികൾ ശ്രമിക്കണമെന്ന് ഇബ്രാഹിമുൽ ഖലീലുൽ ബുഖാരി തങ്ങൾ പറഞ്ഞു. വ്യക്തി ശുദ്ധീകരണം, മനസ്സ് സർവ്വ പാപങ്ങളിൽ നിന്നും കഴുകിക്കളഞ്ഞ് ആരോടും വിദ്വേഷവും വൈരാഗ്യവും ഉണ്ടാവില്ല, ഒരനീതിയും അക്രമവും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല, എല്ലാവരോടും ഒത്തൊരുമയോടെ കൂട്ടായ്മയോടെ ജീവിക്കും, നാടിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി സർവസ്വം സമർപ്പിക്കും എന്ന പ്രാർത്ഥന അധിഷ്ഠിതമായി സൃഷ്ടാവായ റബ്ബിന് വിനയാന്വിതനായി സർവസ്വം സമർപ്പിച്ച് കഴിയുക എന്നതാണ് പരിശുദ്ധമായ റമദാനിൻ്റെ ഏറ്റവും വലിയ സന്ദേശം. വേനൽ ചൂടിന്റെ തീവ്രത വർദ്ധിച്ചു തുടങ്ങിയതോടെ ഇത്തവണത്തെ നോമ്പുകാലം കഠിന ചൂടിലാകും ഉണ്ടാവുക. പതിവിന് വിപരീതമായി ഫെബ്രുവരി മാസം പോലും അതിശക്തമായ ചൂടാണ്. വേനൽ കടുക്കുന്നത് സൂര്യാഘാതം, സൂര്യതപം, നിർജ്ജലീകരണം തുടങ്ങിയ നിരവധി ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും. ഇതിനാൽ നോമ്പുതുറ സമയത്ത് കൂടുതൽ ശുദ്ധജലം കുടിക്കണമെന്നും ശരീരത്തിന് ഗുണകരമല്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ ഒഴിവാക്കണമെന്നും ആരോഗ്യരംഗത്തുള്ളവർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം.